മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്ഡേറ്റ്സ് ആണ്. അതും നമ്മൾ തമിഴ് സിനിമയിലെ അപ്ഡേറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജനനായകൻ. ദളപതി വിജയ് നായകനാകുന്ന സിനിമയാണ് ജനനായകൻ. എച്ച് വിനോദാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിന്റെ പൊങ്കൽ റിലീസാണ്. ഇതൊക്കെ നേരത്തെ നമ്മൾ അറിഞ്ഞ കാര്യമാണ്. പക്ഷേ ഇപ്പം വരുന്നൊരു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ടീസർ പുറത്തിറങ്ങാൻ പോകണം. അപ്പോൾ ടീസർ പുറത്തിറങ്ങാൻ പോകുന്ന ദിവസവും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. അതായത് ജൂൺ 22-നാണ് പുറത്തിറങ്ങുന്നത്. ദളപതി വിജയുടെ ബർത്ത്ഡേ ആയിട്ടുള്ള ദിവസമാണ് ഇത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആരാധകരും എല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ. അതേപോലെ തന്നെ കേരളത്തിൽ മെർസൽ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച്. എന്തായാലും വിജയ് ഫാൻസിന് എന്തായാലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ പുതിയ ചില സിനിമകളുടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിന് ടീസറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നടിപ്പിൻ നായകൻ സൂര്യ നായകനാകുന്ന സിനിമയാണ് സൂര്യ 45. ആ സിനിമയ്ക്ക് താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന സൂര്യ 45 എന്നാണ്. അപ്പോൾ ഈ സിനിമയുടെ ടൈറ്റിൽ ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങുമെന്ന് ഇപ്പം പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ പുറത്തിറങ്ങുന്നത് ഈ സിനിമ സംവിധായകനായിട്ടുള്ള RJ ബാലാജിയുടെ ബർത്ത്ഡേ ദിവസമാണ് പുറത്തിറങ്ങുന്നതെന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ ജൂൺ 20-നാണ് ഈ ഒരു ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം ഈ സിനിമയുടെ ടൈറ്റിൽ ലുക്ക് ടീസർ പുറത്ത് വരും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്ത് വരുന്നത്. എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയും എല്ലാവരും നല്ല രീതിക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നൊരു സിനിമയാണ്. RJ ബാലാജി ഒരു സ്റ്റാറിനെ ഏത് രീതിക്കായിരിക്കും അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് നോക്കിക്കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയും നല്ല രീതിക്ക് തന്നെ പ്രതീക്ഷയുള്ളൊരു ചിത്രമാണ്. ഈ ഒരു സിനിമയിൽ സൂര്യാൻ ഏകദേശം ഒരു വക്കീൽ, ഒരു ലോയറായിട്ടാണ് അദ്ദേഹം വരുന്നതെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടും. അദ്ദേഹത്തിൻ്റെ ഒരു ലീക്ക്ഡ് ഫോട്ടോസൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വക്കീലിൻ്റെ ഗെറ്റപ്പിലാണ്, പിന്നെ ഡബിൾ റോൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ടൈറ്റിൽ ലുക്ക് ടീസർ വന്നു കഴിഞ്ഞും നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും ആ സിനിമയുടെ ഒരു വലിപ്പമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഭയങ്കര ആദ്യമായിട്ട് കാത്തിരിക്കുകയാണ്. ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന സായി അബിങ്കറാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് നമുക്കറിയാം, നല്ല രീതിയിലുള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു BGM-നും സോങ്ങിനും എല്ലാം വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമയുടെ മാത്രമല്ല സൗത്ത് ഇന്ത്യയുടെ തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ തലൈവർ രജനീകാന്തിൻ്റെ സിനിമകളുടെ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജയിലറിൻ്റെ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. ജയിലർ 2-ൻ്റെ അപ്ഡേറ്റ്. ജൂൺ 21-ന് ജയിലർ 2-ൻ്റെ സംവിധായകനായിട്ടുള്ള നെൽസന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ പുറത്ത് വരുമെന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ അതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവം ആയിരിക്കും എന്നും പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൂലിയുടെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് പുറത്ത് വരുന്നുണ്ട്. നമ്മുടെ രജനീകാന്തും അതേപോലെ തന്നെ ലോകേഷ് കനകരാജും കൂടെ ഒന്നിച്ച് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് കൂലി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. രജനീകാന്ത് ആണെങ്കിൽ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്ത് വരുന്നത്. ശരിക്കും ഇത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈ ഒരു പുള്ളി ഫസ്റ്റ് ഹാഫ് ഫുള്ള് കണ്ട് പുള്ളിക്ക് അത്രത്തോളം ഈ ഒരു ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ചോദിക്കും സെക്കൻഡ് ഹാഫ് അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അങ്ങനെയല്ല, സെക്കൻഡ് ഹാഫിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പുള്ളി ഫസ്റ്റ് ഹാഫ് കണ്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇനി റിലീസ് ആകാനിരിക്കുന്നു, അതേപോലെ തന്നെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സിനിമകളൊക്കെയും തമിഴിലെ ഏറ്റവും ബിഗ് സ്റ്റാർസുകളുടെ സിനിമകളാണ്. അപ്പം നമ്മൾ ഈ ഒരു സിനിമകൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ്. എന്തായാലും എല്ലാ ചിത്രങ്ങളും നല്ല രീതിക്ക് തന്നെ ഓടട്ടെ, ബോക്സ് ഓഫീസിലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു സിനിമകളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സിനിമകളിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ സിനിമയ്ക്കെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.